ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം ബാനു. ഇന്ന് നമ്മളെ രാവിലെ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? ഇതെന്താണെന്നറിയോ? ഇത് ഗോതമ്പ് പൊടിയാട്ടാം. അപ്പം നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് പുട്ടുണ്ടാക്കാൻ പോവാം. നിങ്ങൾ ആരെങ്കിലും ഗോതമ്പ് പുട്ട് കഴിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഞാനിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇന്ന് നമുക്ക് ഗോതമ്പും പുട്ടും പഴം പുഴുങ്ങിയതും മുട്ടയാട്ടോ നമുക്കിന്ന്. അപ്പോൾ ഞാനിത് വെച്ചിട്ട് പുട്ട ഉണ്ടാക്കണത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. പക്ഷേ ഇതിന് തേങ്ങ കുറച്ചധികം വേണം. തേങ്ങ ഉണ്ടെങ്കിൽ മാത്രം നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഞാൻ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് തിളക്കട്ടെ. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പൊടിയുണ്ടോ? ഈ പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പൊടിയൊക്കെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ ഗ്ലാസ്സിനാട്ടോ പൊടി എടുത്തത്. ഈ ഗ്ലാസ് കണ്ടോ? ഇട്ടോടാം. ഈ ഗ്ലാസ്സിനാണ് ഞാൻ പൊടിയെടുത്തത്. ഈ ഗ്ലാസ്സിന് ഞാൻ 3 ഗ്ലാസ് പൊടിയെടുത്തിട്ടുണ്ട്. 3 ഗ്ലാസ് പൊടിക്ക് ഞാൻ 1 ഗ്ലാസ് വെള്ളമാട്ടോ എടുത്തത്. ഈ ഗ്ലാസ്സിന് തന്നെ 1 ഗ്ലാസ് വെള്ളം. നമ്മുടെ പൊടിയുടെ അനുസരിച്ചിരിക്കും വെള്ളമൊക്കെ. ഞാനിത് ആശീർവാദിൻ്റെ ആട്ടയാട്ടോ എടുത്തേക്കണേ. അപ്പോൾ നമുക്കിതൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതെ, ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ? ഇതുപോലെ ഉണ്ടോ? ഇതുപോലെ ഇതൊക്കെ ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ട് വരട്ടെ കേട്ടോ. ഒന്ന് കൃഷി ചെയ്തിട്ടോട്ട് പൊടി വരാട്ടോ. അപ്പോൾ ഇത് കണ്ടു മുത്തുമണികളെ, നമ്മുടെ പൊടിയെല്ലാം ഞാൻ നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നിങ്ങളൊരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റായ പുട്ട് കിട്ടും. എത്ര തിന്നാലും മതിയാവും. ഞാനൊരു അരമുറി തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അരമുറി തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പുട്ടുണ്ടാക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റിലെ ചിരട്ടപ്പുട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചിരട്ടപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. ഓക്കേ, ഇതുണ്ടോ? ഇതാട്ടോ നമ്മുടെ ചിരട്ടപ്പുട്ട്. കാണുന്നില്ലേ? ഇതുണ്ടോ? നല്ല പഞ്ഞാണ് കട്ടത്തിണ്ടോ. ഞാൻ പിടിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, ചൂടാട്ടോ. ഇതുണ്ടോ? നല്ല ടേസ്റ്റാട്ടോ. ഈ പുട്ട് തന്നെ ഞാനെല്ലാം ഉണ്ടാക്കിയെടുക്കും. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്ക്. പിന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുട്ട് കിട്ടും. ഗോതമ്പ് പുട്ട് കഴിക്കാത്തവരും കഴിച്ചു പോകും. കാര്യം എന്ന് വെച്ചാൽ ചിലർ പറയും ഗോതമ്പ് പുട്ട് ഉണ്ടാക്കിയാൽ ഭയങ്കര ഹാർഡായിട്ടിരിക്കും, കഴിക്കാൻ പറ്റൂല എന്ന് പറയും. ഇത് വൈകിട്ടായാലും ഈ പുട്ട് ഇങ്ങനെ തന്നെ നിലനിന്ന് പോകുന്നു. കണ്ടോ? അപ്പോൾ ഞാനിതെല്ലാം ഉണ്ടാക്കിയെടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ പുട്ടൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. കണ്ടോ? ഇതാണ് നല്ല അടിപൊളി ഗോതമ്പ് പുട്ട്. ഒരു തവണയെങ്കിലും നിങ്ങളിങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. ഞാൻ പിന്നെയും പറയുന്നു, നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇത്. ആശീർവാദിൻ്റെ ആട്ടയാട്ടോ. അപ്പോൾ നിങ്ങൾ ഒരു തവണയെങ്കിലും ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ.